ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ കായിക പ്രതിഭകൾക്ക് ആദരം. രാജ്യം പ്രഖ്യാപിച്ച പത്മ പുരസ്കാര തിളക്കത്തിലാണ് കായിക ലോകവും. ഇന്ത്യൻ ടെന്നീസിനെ അന്താരാഷ്ട്ര രംഗത്ത് പരിചയപ്പെടുത്തിയവരിൽ മുമ്പനായ വിജയ് അമർരാജിനെ തേടി പത്മഭൂഷൺ ബഹുമതിയാണ് എത്തിയത്. രാജ്യം പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളുടെ തിളക്കത്തിൽ കായിക താരങ്ങളായ വിജയ് അമർരാജ്, രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ, സവിത പൂനിയ, കെ പഴനിവേൽ, ബൽദേവ് സിംഗ്, പ്രവീൺ കുമാർ, വ്ളാഡിമിർ മെസ്റ്റ്വിരിഷ്വിലി എന്നിവർ. ഇന്ത്യൻ ടെന്നീസിനെ അന്താരാഷ്ട്ര രംഗത്ത് പരിചയപ്പെടുത്തിയവരിൽ മുമ്പനായ വിജയ് അമർരാജിനെ തേടി പത്മഭൂഷൺ പുരസ്കാരമാണ് എത്തിയത്. തമിഴ്നാട് സ്വദേശിയായ ഇദ്ദേഹം 4 ഗ്രാൻഡ് സ്ലാമുകളിലും സിംഗിൾസ് കളിച്ചിട്ടുണ്ട്. വിംബിൾഡണിലും US ഓപ്പണിലും ക്വാർട്ടർ ഫൈനൽ വരെ എത്തി. 1976 വിംബിൾഡൺ ഡബിൾ സെമി ഫൈനലിൽ കളിച്ചു. 1982 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. കളിക്കളം വിട്ട ശേഷം കമന്റേറ്ററായി തുടർന്നു. ചില ഹോളിവുഡ് ചിത്രങ്ങളിൽ ഉൾപ്പെടെ അഭിനേതാവുമായി. ഇന്ത്യൻ ക്രിക്കറ്റിലെ 2 സൂപ്പർ താരങ്ങളെയാണ് പത്മശ്രീ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. 2020 ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടിത്തന്ന പുരുഷ ടീം മുൻനായകനായ രോഹിത് ശർമ്മയ്ക്കും ഏകദിന ലോകകപ്പ് നേടിത്തന്ന വനിതാ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിനുമാണ് പത്മശ്രീ. നിലവിൽ ഏകദിനത്തിൽ മാത്രമാണ് രോഹിത് കളിക്കുന്നത്. ഹർമൻ ഇപ്പോഴും എല്ലാ ഫോർമാറ്റിലും ഇന്ത്യൻ ക്യാപ്റ്റനാണ്. ഹോക്കിയിൽ നിന്ന് ബൽദേവ് സിംഗിനും സവിത പൂനിയയ്ക്കും പത്മശ്രീ ലഭിച്ചു. വനിതാ ഹോക്കിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന പരിശീലകനാണ് ബൽദേവ്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമാണ് സവിത. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടിയ താരമാണ് പ്രവീൺ കുമാർ. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്ന ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും പ്രവീൺ നേടിയിരുന്നു. പോണ്ടിച്ചേരിയിൽ നിന്നുള്ള ചിലമ്പാട്ടം ആചാര്യനാണ് പത്മശ്രീ ലഭിച്ച പഴനിവേൽ. 2003 മുതൽ ഇന്ത്യൻ ഗുസ്തി കോച്ചായിരുന്ന ജോർജിയക്കാരൻ വ്ളാഡിമിർ മെസ്റ്റ്വിരിഷ്വിലിക്ക് മരണാനന്തര ബഹുമതിയായാണ് പത്മശ്രീ ലഭിച്ചത്. സുശീൽ കുമാർ, യോഗേശ്വർ ദത്ത്, ബജ്രംഗ് പുനിയ എന്നിവരുടെ ഒളിമ്പിക് മെഡൽ നേട്ടങ്ങൾക്ക് പിന്നിൽ മെസ്റ്റ്വിരിഷ്വിലിയുടെ പരിശ്രമമുണ്ടായിരുന്നു.